Hello friends, I am Nisha from Nissa's Kitchen. Welcome to my channel. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ 65. ചിക്കൻ 65ൻ്റെ ഡ്രൈ വേർഷനാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 300 ഗ്രാം. ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. വൈറ്റ് പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ആണെങ്കിലും മതി. നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. വെളുത്തുള്ളി 5 അല്ലി, വറ്റൽമുളക് 5 എണ്ണം, കറിവേപ്പില 4 തണ്ട്. വെളുത്തുള്ളിയും വറ്റൽമുളകും നമുക്ക് ചില്ലി ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണ്. പച്ചമുളക് 3 എണ്ണം, മുട്ട 1 എണ്ണം, കുറച്ച് ഫ്രഷ് ഗ്രീൻ സ്പ്രിംഗ് ഒനിയൻ, ഫുഡ് കളർ 1 നുള്ള, ഇത് ഓപ്ഷണലാണ്. വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിന്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആദ്യമേ തന്നെ ചില്ലി ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് 5 ഉണക്കമുളക് നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഉണക്കമുളകിൻ്റെ ഞെടുപ്പ് ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് നടുവേ കീറാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലെ സീഡ്സ് റിമൂവ് ചെയ്യണം. സീഡ്സ് കളഞ്ഞ ശേഷം വേണം ഉണക്കമുളകും ഗാർലിക്കും കൂടെ അരച്ചെടുക്കാൻ. ഇതുപോലെ മുഴുവനും സീഡ്സും റിമൂവ് ചെയ്തെടുക്കുക. ഞാനിവിടെ 5 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചില്ലി ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്നാലും നമ്മൾ ഇങ്ങനെ സോസ് ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ഓരോന്നായിട്ട് ഉണക്കമുളകിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ സീഡ്സ് കളഞ്ഞു വെച്ച ഉണക്കമുളകും വെളുത്തുള്ളിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇത് അരയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോ സോസ് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് മാറ്റി വെക്കാം. അവസാനം ഇത് ഫ്രൈ ചെയ്ത ചിക്കനിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ക്ലീൻ ചെയ്ത ബോൺലെസ് ചിക്കൻ ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. ഇനി 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കാം. ഇത് നിർബന്ധമല്ല, ഇതില്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ആണെങ്കിലും മതി. ഇനി 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. പെരുംജീരകമല്ല, നല്ല ജീരകമാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ബീറ്റ് ചെയ്തെടുത്ത 1 മുട്ട ചേർക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. മൈദയും അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. ഞാൻ പക്ഷേ കടലമാവാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്താൽ കൂടുതൽ ക്രിസ്പി ആയിട്ട് വരും. പക്ഷേ നമ്മൾ കടലമാവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല ക്രിസ്പിയാണ്. അതുകൊണ്ട് ഞാൻ അരിപ്പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തവി ഉപയോഗിച്ചല്ല, ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ്റെ എല്ലാ പീസിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. സൺഫ്ലവർ ഓയിലോ അതുപോലെയുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ കറിവേപ്പില നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഓയിലിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായ ശേഷം വേണം ചിക്കൻ പീസ് ഇടാനായിട്ട്. അതിനുശേഷം ഇതിനെ മീഡിയം ഹീറ്റിലിട്ടിട്ട് രണ്ട് വശവും ഫ്രൈ ചെയ്തെടുക്കാം. കൂടിക്കിടക്കാതെ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി ഇടുക. ഞാനിപ്പോൾ ഹാഫ് പോർഷൻ ചിക്കനാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് നമുക്കിത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. പക്ഷേ ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓയിൽ കുറച്ചൊഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിത് ലോ ഹീറ്റിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മൊരിഞ്ഞ് വന്നാൽ മതി. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിൽ ഞാനൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ചുകൂടെ വൈഡായിട്ടുള്ളൊരു ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പച്ചമുളക് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മുടെ റെസിപ്പിയുടെ അവസാനത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് സോസുമായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ബാലൻസ് ഓയിലിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി. ഈ ജീരകം ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ചേർക്കാം. അതായത് നമ്മൾ ചില്ലിയും ഗാർലിക്കും വിനെഗറും കൂടെ അരച്ച് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ സോസ് ഇപ്പം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ഫുഡ് കളറാണ്. റെഡ് ഫുഡ് കളർ 1 പിഞ്ച് ചേർത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളർ അധികം വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല. പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ 65-ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആ ഒരു കളറും അപ്പിയറൻസും ഒക്കെ കിട്ടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഒരു 2-3 മിനിറ്റ് ലോ ഹീറ്റിൽ വെച്ചിട്ട് ഈ സോസ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ സോസ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഉണക്കിയെടുക്കരുത്. ഇനി നന്നായിട്ട് ഇതുമായിട്ട് സോസുമായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. ഈ ചിക്കൻ പീസിലോട്ട് സോസ് നന്നായിട്ട് മിക്സായി വരണം. നമ്മൾ ഫുഡ് കളർ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഫുഡ് കളർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ മാത്രം യൂസ് ചെയ്യുക. അതും 1 പിഞ്ച് മാത്രം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു മീഡിയം ഹീറ്റിൽ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് വെച്ചിരിക്കാം. ഈ ചിക്കൻ പീസിലോട്ട് സോസൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഗാർണിഷിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഗ്രീൻ സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും എല്ലാം വളരെ നല്ല കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മുടെ ചിക്കൻ 65 ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. മറക്കാതെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കോൺ മറക്കാതെ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക്